ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ബോക്സ് ഉണ്ടാക്കാൻ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം നമ്മൾ ബോക്സൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം ബോർഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. 5mm ഫോം ബോർഡാണ് യൂസ് ചെയ്യുന്നത്. A3 സൈസിലുള്ള 2.5 ഷീറ്റ്, അതായത് A3 സൈസിലുള്ള രണ്ടും പിന്നെ ഒരു A3ൻ്റെ ഹാഫും ഇല്ല, അതിൻ്റെയും കുറച്ചേ ഉള്ളൂ. അത്ര ഷീറ്റാണ് ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ ഈ ബോക്സിന് വേണ്ട രീതിയിൽ ഞാൻ ഫോം ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് 15 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 30 സെൻറ്റിമീറ്ററും വരുന്ന 2 പീസും, ആൻഡ് ദെൻ ലെങ്ത്ത് വരുന്നത് 11 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 35 സെൻറ്റിമീറ്ററും രീതിയിലുള്ള ഒരു പീസും. പിന്നെ എടുത്തിട്ടുള്ളത് ഏറ്റവും വലിയ പോർഷനാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 30 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 35 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഫോം ഷീറ്റ് വാങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിലുണ്ടാവും. അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. അതിൽ ചളിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ വാങ്ങിക്കുമ്പോഴൊക്കെ എനിക്ക് അതിന്മേൽ ചളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഞാൻ ലാസ്റ്റ് ഒന്നെങ്കിൽ എറൈസ് ചെയ്ത് കളയും, അതല്ലെങ്കിൽ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ ചെയ്യാറ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബോക്സ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ 30 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 15 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 30 സെൻറ്റിമീറ്ററുള്ള 2 ഷീറ്റ്, അതെടുത്തിട്ട് നമ്മൾ വേറൊരു ഷീറ്റ് നമ്മളെടുത്തല്ലോ, ലെങ്ത്ത് 35 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 11 സെൻറ്റിമീറ്റർ ഉള്ളത്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക 2 സൈഡിലും. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക, നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ അത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ രണ്ട് ഷീറ്റും അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമുക്ക് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ത്രികോണ ഷേപ്പിലാവും അങ്ങനെ മാർക്ക് ചെയ്താൽ വരിക. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ആ ത്രികോണ ഷേപ്പിലുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മറ്റേ ഷീറ്റും നമുക്ക് അതേപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഭാഗം എടുക്കാം. അതായത് ലെങ്ത്ത് 30 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 35 സെൻറ്റിമീറ്ററുള്ള ഒരു വലിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ആദ്യമേ ഒട്ടിച്ചു കൊടുക്കുക 2 സൈഡിലായിട്ട്. ഇതേപോലെ ത്രികോണത്തിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലോട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ താഴ്ഭാഗം ആദ്യമേ ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഷർട്ട് ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോയിലും നമ്മൾ ഈ ഒരു ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലസ് ക്യൂക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തറയിലാവാതെ സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വുഡൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോം ബോർഡ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. തറയിലായാലും അത് പോകില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ലെങ്ത്ത് 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സൈഡിലാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മാറിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, ലെങ്ത്ത് 11 വിഡ്ത്ത് 35 വരുന്ന ഒരു ഭാഗം, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ, ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇതിൽ നമ്മൾ ഒരു ഷൂ പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂം, പെന്ന്, കുറച്ച് ചോക്ലേറ്റ്, കുറച്ച് ഫ്ലവേഴ്സ്, അത്ര ഐറ്റംസാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ അത്രയും നമ്മൾ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം. അത് നമുക്ക് അതിൻ്റെ സൈസിനനുസരിച്ച് സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് ഫോം ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? ഓരോ ഷീറ്റ് ഒട്ടിക്കുമ്പോഴും അതിൻ്റെ സൈഡിലും അതിൻ്റെ എല്ലാ എഡ്ജസിലൊക്കെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അത് അതിമൊന്ന് പോരും കേട്ടോ. ഞാൻ എല്ലാ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലെങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. ഡെക്കറായിട്ട് ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഒരു റിബണ്, നമുക്കിഷ്ടമുള്ള റിബണ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ റിബൺ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലത്തെ
കെട്ടിക്കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഇതിലാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൽ ഗിഫ്റ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് ഞാനൊരു ഷൂ ആണ് വെച്ച് കൊടുക്കുന്നത്. ഷൂവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്താൽ കേട്ടോ. കസ്റ്റമർ സൈസ് പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്താണ്. എന്നിട്ട് ഒരു സൈഡിൽ ഷൂ വെച്ചിട്ട് മറ്റേ സൈഡിൽ ഞാൻ അടിയിൽ ആദ്യം കുറച്ച് തെർമാക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു പെന്നാണ് ആഡ് ചെയ്യുന്നത്. പെന്ന് ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സിലുള്ള പെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള റാപ്പിംഗ് ഷീറ്റിൽ റാപ്പ് ചെയ്തിട്ടാണ് അതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ രീതിയിലാണ് റാപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നത് പെർഫ്യൂമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ. കസ്റ്റമർക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പെർഫ്യൂം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ്സ്, ഫെറാറോൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും ആണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ കൂടെ കുറച്ച് ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ലാസ്റ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്രിലിക് കട്ട് അതിൻ്റെ സൈഡിലായിട്ട് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫെവിഗോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ബോക്സിൻ്റെ മേക്കിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.